ബന്ദി കൈമാറ്റം സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് നെതന്യാഹു വീണ്ടും യുദ്ധം പ്രഖ്യാപിച്ചു എന്നാണല്ലോ കേൾക്കുന്നത്. അതെ, ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ഇന്നലെ കൂടുന്നതിന് തൊട്ട് മുമ്പ് നെതന്യാഹുവിന് ഒരു ബ്ലാങ്ക് ചെക്ക് ഇട്ട് കൊടുത്തു ട്രംപ് പറഞ്ഞു, ട്രംപാണ് പറഞ്ഞത്, ശ്രദ്ധിക്കണം. അതായത് അടുത്ത ശനിയാഴ്ച ഫെബ്രുവരി മാസം 15 12 noon 12 മണിക്കകം ബന്ദികളെ വിട്ടയക്കുന്നില്ല ഹമാസെങ്കിൽ വെടിനിർത്തൽ ഉണ്ടാവില്ല. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ, വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലാണ്. മധ്യസ്ഥത വഹിച്ചതാണ് ഖത്തറും ഈജിപ്തും അമേരിക്കയൊക്കെ. പക്ഷേ മധ്യസ്ഥൻ ഇപ്പോൾ പറയുകയാണ് വെടിനിർത്തൽ ഇനി ഉണ്ടാവില്ല, കാരണം കണ്ടീഷൻ വെച്ചു. ഇത് മാത്രമല്ല, ട്രംപ് പറയുകയും ചെയ്തു, ഹമാസിന് മേൽ പൊട്ടി വീഴാൻ പോകുന്നത് ശനിയാഴ്ച 12 മണി കഴിഞ്ഞാൽ പൊട്ടി വീഴാൻ പോകുന്നത് നരകമായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? തീമഴ, കനത്ത തീമഴയാണ്, കനത്ത ആക്രമണം. ഇതുവരെ ഉണ്ടായതിനേക്കാളും വലിയ ആക്രമണം ഉണ്ടാവും. കാരണം വലിയ കൂറ്റൻ പ്രഹരശേഷിയുള്ള ബോംബുകൾ കൊടുത്തിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. വെടിനിർത്തൽ കരാർ നിൽക്കുമ്പോൾ എന്തിനാണ് ട്രംപ് അതീവ പ്രഹരശേഷിയുള്ള, ഇതുവരെ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കാത്ത ബോംബുകളുടെ വലിയ ഒരു കൂമ്പാരം ഇസ്രായേലിന് സമ്മാനിച്ചിട്ടുണ്ട്? അന്ന് പറഞ്ഞത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അത് ജൂതന്മാരുടെ അവകാശമാണെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തിനായിരിക്കും കൊടുക്കുന്നതെന്നൊക്കെ. ഒന്നും കാണാതല്ല കൊടുത്തത് മാത്രമല്ല, ഇപ്പം ബൈബിളിൽ മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്, ഗാസയെ ഞാൻ നിർജ്ജനമാക്കും, ജനമില്ലാത്തതാക്കും. കാരണം ട്രംപ് ഇപ്പോൾ പറയുന്നത് എന്താ? മുഴുവൻ പൊക്കോ, എല്ലാവരും പൊക്കോ, പലസ്തീനര് പൊക്കോളാൻ. അപ്പം ജനം വേണ്ട, ഇനി ആരും തകർന്നടിഞ്ഞ ഈ കെട്ടിടങ്ങൾ മാത്രം മതി. അതും ബൈബിളിൽ പറയുന്നുണ്ട്, കല്ലോട് കല്ല് മാത്രമാക്കും. ഇപ്പോൾ കല്ലോട് കല്ലാണ്. ഇനി നിർജ്ജനമാക്കാൻ ബൈബിൾ വചനത്തിൽ പറയുന്നത് പോലെ നിർജ്ജനമാക്കാനായിട്ട് എന്ത് ചെയ്യണം? ജനങ്ങൾ മാറണം, ജനങ്ങൾ മാറ്റണം, ജനങ്ങൾ മാറിയേ തീരൂ എന്നുള്ള ബൈബിൾ വചനം നടപ്പാക്കുകയാണ് ആര്? ട്രംപ്. അതാണ് ഈ പലസ്തീൻകാരോട് ഒഴിഞ്ഞു പോകാൻ പറയുകയാണ്. അപ്പോൾ കൽക്കൂമ്പാരമായി ബൈബിളിൽ പറയുന്ന പോലെ ഗസ ഇനി മാറണം. ഗസ മാറിയിട്ട് ഗസയെ എന്ത് ചെയ്യണം എന്ന് ട്രംപിനറിയാം. ട്രംപിൻ്റെ പദ്ധതി രഹസ്യം. ട്രംപിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു കാരണം അറിയാമോ? ട്രംപിന് മനസ്സിൽ ഒരുപാട് വ്യവസായ താല്പര്യമുണ്ട്, ബിസിനസ് താല്പര്യമുണ്ട്, അമേരിക്കയുടെ താല്പര്യമുണ്ട്, സ്വകാര്യ താല്പര്യമുണ്ട്, റിയൽ എസ്റ്റേറ്റ് താല്പര്യമുണ്ട്. തൻ്റെ മരുമകൻ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ നടത്തുന്നതുകൊണ്ട് അയാൾക്ക് കുറേ വർക്ക് കിട്ടണം എന്നുള്ള താല്പര്യമുണ്ട്. ഇതൊന്നും ട്രംപ് ഒളിച്ചു വെക്കുന്നില്ല. പരസ്യമായി പറയുകയാണ്, എനിക്ക് വേണം, ഞാൻ ഇങ്ങ് എടുക്കുകയാണ്. പണ്ട് സുരേഷ് ഗോപി തൃശ്ശൂർ ഇങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് അത് വലിയ ട്രോളായിട്ട് മാറി. എന്നാൽ ട്രംപ് പറഞ്ഞു, ഗസ ഞാൻ ഇങ്ങ് എടുക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ ഇങ്ങ് എടുത്തു എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആദ്യം പിന്നെ പറഞ്ഞു ഞാൻ പട്ടാളത്തെ അയക്കുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു പട്ടാളമൊന്നും വേണ്ട, അത് ഇസ്രായേൽ എനിക്കിങ്ങ് തന്നോളും. ഇന്നലെ പറഞ്ഞെന്നറിയോ? ഗസ ഞാൻ വാങ്ങിക്കുകയാണെന്ന്. വാങ്ങിക്കുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കണം അല്ലേ? ആരുടെ നിന്ന് വാങ്ങിക്കും? ആരുടെ കയ്യിൽ നിന്ന് ഗസ വാങ്ങും? പലസ്തീനുകളുടെ നിന്ന് അല്ല, ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന്. കാരണം ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്തിനൊക്കെ ഉള്ളിൽ കയറി കിടക്കുന്ന ഒരു ഭൂവിഭാഗമാണ് ഗസ. ഇസ്രായേലിൻ്റെ അകത്താണ് ഗസ. അതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ തലവേദന. ഞങ്ങളുടെ രാജ്യത്തിനകത്ത് വേറൊരു സ്വയംഭരണാവകാശമുള്ള സ്ഥലം വേണ്ട. അത് ഒന്നെങ്കിൽ ഞങ്ങളുടെ ആവും, അല്ലെങ്കിൽ ആരുടെ അല്ല. അമേരിക്ക എടുത്തോട്ടെ. അമേരിക്കയ്ക്ക് പുതിയ സൂയസ് കനാലിന് ബദലായിട്ടുള്ള കനാൽ പറഞ്ഞല്ലോ, ഗസയിൽ കൂടെ വരണം. ഗസയിൽ കൂടെ വന്നാലേ അമേരിക്കൻ കപ്പലുകൾക്കും അമേരിക്കൻ മിലിറ്ററിക്കും ഒക്കെ പോകാൻ ഏറ്റവും സുരക്ഷിതമായൊരു പാത ഉണ്ടാകത്തുള്ളൂ. അമേരിക്കയുടെ പട്ടാളമോ അമേരിക്കൻ മിലിറ്ററിയോ അമേരിക്കൻ നേവൽ ഷിപ്പുകളോ ഈ പാതയിലൂടെ പോയാൽ ഇസ്രായേലിന് സന്തോഷമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു ബ്ലാങ്ക് ചെക്ക് ഇട്ട് കൊടുത്തു. എന്താണെന്നറിയോ? ട്രംപ് ഇങ്ങനെ പറഞ്ഞു, 15 ഉച്ചയോടുകൂടി ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ നരകം പൊട്ടി വീഴും ഹമാസിന് മുകളിൽ, അല്ലെങ്കിൽ ഗസയ്ക്ക് മുകളിൽ വീണ്ടും നരകം പൊട്ടി വീഴും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആർക്കുള്ള ഗ്രീൻ സിഗ്നലാണ്? ഇസ്രായേലിനുണ്ട്. ബിബിക്കുള്ള, നെതന്യാഹുവിനുള്ള ഗ്രീൻ സിഗ്നലാണ്. വീണ്ടും അടിച്ചോടാ നീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീണ്ടും സെക്യൂരിറ്റി ക്യാബിനറ്റ് കൂടിയിട്ട് പറഞ്ഞു 15 12 മണിക്ക് ഡെഡ് ലൈൻ. ട്രംപ് ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ ബാവ അനിയൻ ബാവ കളിയാണല്ലോ നടക്കുന്നത്. ചേട്ടൻ പറഞ്ഞു, അനിയൻ കൂടിയാലോചന നടത്തിയിട്ട് പറഞ്ഞു 12 മണിക്ക് വിട്ടില്ല എന്നുണ്ടെങ്കിൽ യുദ്ധം ആരംഭിക്കുകയാണ്, വെടിനിർത്തലില്ല. നെതന്യാഹു ഇസ്രായേൽ അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചു. ഏകപക്ഷീയമല്ല. കാരണം വേണമെങ്കിൽ നമുക്ക് പറയാം, കരാർ ഒപ്പിട്ടിട്ട് ഇസ്രായേൽ പിന്മാറി എന്നൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. ഇവന്മാർ കാണിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞ സമയത്തൊന്നും ബന്ദികളെ വിട്ടുകൊടുത്തില്ല. തുടക്കം മുതലേ ഇവർ ലാഗ് ചെയ്ത് കൊണ്ടുമാണ്. രണ്ടാമതൊരു കാര്യം ചെയ്തു. ആദ്യത്തെ ബാച്ച് 5 വനിതകളെ വിട്ടയച്ചല്ലോ. നമ്മൾ പറഞ്ഞില്ല, ആ 5 പേരെ കുറിച്ച് നമ്മൾ സ്റ്റോറി തന്നെ ചെയ്താണ്. 5 പേരെ വിട്ടയച്ചത് പറഞ്ഞ സമയത്ത് വിട്ടയച്ചില്ലെന്ന് മാത്രമല്ല, ഇവരെ കൊണ്ടുവന്നിട്ട് യാഹിയ സിൻവർ ഡ്രോൺ വന്ന്
കമ്പൗണ്ട് ഓടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടില്ലേ, അയാളെ കൊലപ്പെടുത്തിയ കെട്ടിടത്തിൽ കൊണ്ടുവന്ന് ഒരു ഷോയൊക്കെ, ഒരു സ്റ്റേജ് ഷോ നടത്തി ഹമാസ് ഭീകരന്മാർ തോക്കുമൊക്കെ ആയിട്ട് നിന്ന് ഒരു സിൻവറിൻ്റെ കൊല നടന്ന സ്ഥലത്ത് വെച്ച് ബന്ദികളെ കൈമാറുള്ളൂ എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. അവിടെ വെച്ചൊരു ഷോയൊക്കെ നടത്തിയിട്ടാണ് വിട്ടയച്ചത്. അത് ഇസ്രയേലിനകത്ത് അങ്ങ് ഇത്ര ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല വിട്ടയക്കാമെന്ന് പറഞ്ഞ് ഇനി ഒരു 6 ബന്ദികളുടെ കാര്യമുണ്ട്. ഈ 6 ബന്ദികളെ വിട്ടയക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് നീട്ടിക്കൊണ്ടുപോവാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന് ബന്ദികളെ വിട്ടുകൊടുക്കുമെന്നുള്ള വാക്ക് പാലിക്കാൻ കഴിയുന്നില്ല. കാരണം എല്ലാ ബന്ദികളും 2-3 പ്രശ്നങ്ങളുണ്ട്. ഈ ഹമാസിൻ്റെ പ്രാദേശിക ലീഡർമാരൊക്കെ പലരും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. പല ബന്ദികളും ഇവരുടെ കസ്റ്റഡിയിലായിരുന്നു. എവിടെയാണ് ബന്ദികളെന്ന് ഹമാസിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, പല ബന്ദികളും ജീവനോടെ ഇല്ല. കാരണം വെടിനിർത്തൽ കരാർ വന്നു, അഗ്രിമെൻ്റ് വെച്ചു, പക്ഷേ അഗ്രിമെൻ്റ് പ്രകാരം വിട്ടുകൊടുക്കാൻ ബന്ദികളില്ല എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ മുഴുവൻ പേരെയും കൊലപ്പെടുത്തി കഴിഞ്ഞു എന്ന് പുറത്തു വരുന്നൊരവസ്ഥ വന്നാൽ ഹമാസിന് അതിഭീകരമായ പ്രശ്നം ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം ഇവർ പറയുന്നത്, ഞങ്ങൾ ആളുകളെ മുഴുവൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറഞ്ഞിരിക്കുകയാണ്. തിരിച്ചു വന്നാൽ അവരവിടെ താമസിക്കും. കോൺക്രീറ്റ് കൂമ്പാരം. അതുകൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള ടെൻറ്റുകൾ ഇസ്രായേൽ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഇസ്രായേൽ അത് ഏറ്റിട്ടൊന്നുമില്ല. കാരണം ഇസ്രായേൽ പറഞ്ഞിട്ടില്ല ഇവർ തിരിച്ചു വരാൻ. ഹമാസ് ഇവരെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഹമാസ് വിളിച്ചുകൊണ്ട് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കാണുന്നില്ലേ ഹമാസ് ഭീകരന്മാർ മുഖമൊക്കെ മറച്ചു വെച്ച് തോക്കുമായിട്ട് നിൽക്കുന്ന വിഷ്വൽസ് ഇപ്പോൾ കാണുന്നുണ്ട്. മുമ്പ് വിഷ്വൽസ് ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ്? മുമ്പ് ഇവരൊക്കെ ഒളിവിലായിരുന്നു, ബങ്കറിനുള്ളിലായിരുന്നു. ഇപ്പം അവർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. കാരണം നെതന്യാഹു ഈ വെടിനിർത്തലിന് സമ്മതിച്ചോണ്ട് അല്ല വെടിനിർത്തൽ സംഭവിച്ചതുകൊണ്ടല്ല. വെടിനിർത്തൽ സമ്മതിച്ചത് എന്നുകൊണ്ടാണെന്ന് സാങ്കേതികമായിട്ട് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ അതുകൊണ്ട് വെടിനിർത്തൽ സമ്മതിച്ചതിനെ തുടർന്ന് വൻതോതിൽ അവിടുന്ന് ഒഴിഞ്ഞു പോയ ആളുകൾ തിരിച്ചു വന്നതുകൊണ്ടാണ് ധൈര്യമായോ. കാരണം അവർ വരുമ്പോൾ അവരുടെ ചുറ്റും നിൽക്കാമല്ലോ, വീണ്ടും ഹ്യൂമൻ ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റുന്നു. അവിടുന്ന് ഒഴിഞ്ഞു പോയ ആളുകൾ കൂട്ടത്തോടെ പലസ്തീനികൾ തിരിച്ചു വന്നപ്പോൾ അവരുടെ ഇടയ്ക്ക് ഇവന്മാർക്ക് യൂണിഫോം ഇട്ട് തോക്കും പിടിച്ച് നടക്കാൻ പറ്റുന്നു. ഇസ്രായേൽ അറ്റാക്ക് ചെയ്താൽ വീണ്ടും കൂട്ടക്കൊല എന്ന് പറയും. അതുകൊണ്ടാണ് ഇവർ സ്വമേധയാ ഒഴിഞ്ഞുപോയ ആളുകളെ ഇസ്രായേൽ പറഞ്ഞില്ല തിരിച്ചു കൊണ്ടുവരാൻ. ഇവർ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരികയാണ്. എല്ലാം റെഡിയായി, നിങ്ങൾ തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ കുതിര വണ്ടിയിലും കഴുത വണ്ടിയിലും ഒക്കെ കയറി, ഒട്ടക വണ്ടിയിലും ഒക്കെ കയറി, മനോരമയിലൊക്കെ ചിത്രം വന്നു. ഇവർ അത്തരം വാഹനങ്ങളിലൊക്കെ കയറി കൂടും കുടുക്കയൊക്കെ ആയിട്ട് ഈ കുഞ്ഞുങ്ങളും കുട്ടികളും സ്ത്രീകളും ഒക്കെ ആയിട്ട് വരുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, മനുഷ്യ സഹജമായ സഹായങ്ങളൊന്നും തന്നെ ഇപ്പം ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ബന്ദികളെ വിട്ടുകൊടുക്കാത്തതെന്നാണ് ഹമാസ് പറഞ്ഞത്. അതെന്തിനാ പറയുന്നത്? അത് തന്നെയാണ് കാരണം. ഇസ്രായേൽ ചോദിക്കുന്നത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഇവരെ കൊണ്ടുവരാൻ. ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞോ? വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കരാർ എന്ന് പറഞ്ഞാൽ വെടിനിർത്തും, അപ്പോഴേക്ക് ബന്ദികളെ ഇങ്ങോട്ട് തരണം, പലസ്തീൻ ജയിലിൽ നിന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആളെ അങ്ങോട്ട് തരും. അതല്ലാതെ ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയ മുഴുവൻ ആളുകളെയും ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ളത് നിലവിലെ കരാറിലില്ല. അത് തന്നെയാണ് ട്രംപും പറയുന്നത്. അവരെ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടില്ല. അവരിവിടെ വേണ്ട, ഇവിടെ പുനർനിർമ്മിക്കാൻ സമയം വേണം. ഈ തകർന്നു കിടക്കുമ്പോൾ വെള്ളമില്ല, വെളിച്ചമില്ല, സാനിറ്റേഷൻ ഇല്ല, ആശുപത്രികളില്ല. പിന്നെ ഈ ആളുകൾ കൊണ്ടുവന്നാൽ അവരങ്ങനെ ജീവിക്കും. അപ്പോൾ ഇവിടെ താമസിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഹമാസ് ഇവരെ കൊണ്ടുവരികയാണ്. അതെന്തിനാണ്? ഇവരെ സംരക്ഷിക്കാനല്ല, അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വെടിനിർത്തലിൽ നിന്ന് പിന്മാറുകയും ആക്രമണം നടത്തുകയും ചെയ്താൽ വീണ്ടും ലോകത്തിൻ്റെ മുന്നിൽ രക്തസാക്ഷികളാവാം. ഹമാസ് എന്തിനാണ് ജീവിത സാഹചര്യങ്ങൾ ഇല്ലാതിരുന്നിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയ ലക്ഷക്കണക്കിന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്? കാരണം ഹമാസിന് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയിട്ടാണ്. ആ ആളുകളെ സഹായിക്കാനല്ല. കാരണം അവർക്ക് ജീവിക്കാനുള്ള ഒരു ഭൗതിക സാഹചര്യവും, കാരണം കുടിവെള്ളം പോലും ഇല്ലാതെ അവിടെ വന്ന പകർച്ചവ്യാധികളുണ്ടാവും. അപ്പോൾ പിന്നീട് ലോകത്തിന് മുന്നിൽ ഗസയിൽ കൂട്ടമരണം, കോളറ പിടിക്കുന്നു, മലേറിയ പിടിക്കുന്നു, പട്ടിണി മരണം എന്നൊക്കെ പറയുന്നില്ലേ? അതിൻ്റെ വഴി ആർക്കാണ്? ഇസ്രായേലിന് കിട്ടും. ഇസ്രായേലായിട്ടുള്ള വെടിനിർത്തൽ കരാറിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഏകപക്ഷീയമായി നടപ്പാക്കിയിട്ട് ഇവർക്ക് സൗകര്യങ്ങൾ ഇസ്രായേൽ കൊടുക്കുന്നില്ല, അതുകൊണ്ട് ബന്ദിയെ വിടത്തില്ലെന്നാണ് ഇപ്പോൾ ഹമാസ് എടുക്കുന്ന നാടകം. ആ നാടകത്തിൻ്റെ മണ്ടയ്ക്കാണ് ട്രംപ് അടി കൊടുത്തത്. അപ്പോൾ ഇന്ന് ഈ നാടകത്തിന് കട്ടണം കിട്ടൊക്കെ എന്തായാലും നീ ഞങ്ങളെ ചീത്ത പറയും, ഞങ്ങൾ തരുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഞങ്ങളുടെ ബന്ദികളെ തരുന്നില്ലെങ്കിൽ യുദ്ധമെങ്കിൽ യുദ്ധം എന്ന് സെക്യൂരിറ്റി കൗൺസിൽ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, ഗസയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുകയാണ്. സൈനിക വിന്യാസം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. കൂടുതൽ ട്രൂപ്സിനെ ഗസയിലേക്ക് മാറ്റുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ഇസ്രായേൽ പത്രങ്ങൾ, ഇസ്രായേൽ മാധ്യമങ്ങൾ, ജോർദാൻ ടൈംസും ജെറുസലേം ടൈംസും ടൈംസ് ഓഫ് ഇസ്രായേലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് വീണ്ടും ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാം. ഇസ്രായേൽ യുദ്ധം നിർത്തിയിട്ടില്ല. ഇസ്രായേൽ ഇവിടെ നിന്നുള്ള പോരാട്ടം മാറ്റി വെസ്റ്റ് ബാങ്കിൽ പോരാട്ടം തുടരുകയാണ്. അപ്പോൾ ഏതായാലും ഈ ഭീകര സംഘടനകൾക്ക് യുദ്ധമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ജനങ്ങളുടെ ക്ഷേമം അല്ല പ്രധാനം. ഇത് പലസ്തീനികൾക്ക് വേണ്ടിയാണ് ഇവർ മുറവിളി കൂട്ടുന്നതെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ എന്തിനീ ജനങ്ങളെ കൊണ്ടുവരുന്നു?
അവരെ സംബന്ധിച്ച് ഭീകരവാദികൾക്ക് പുറത്തിറങ്ങി നടക്കണം. അതിനുവേണ്ടി ഒരു മനുഷ്യ കവചം, മനുഷ്യ കോട്ട ഉണ്ടാക്കാൻ വേണ്ടി, അവർക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ജനങ്ങളെ മറയാക്കാനുള്ളൊരു നാടകം വീണ്ടും ഇവർ നടത്തുകയാണ്. പക്ഷേ ഈ ഞെട്ടിപ്പിക്കുന്ന ഒരു നീക്കമല്ലേ ട്രംപ് നടത്തി? അതായത് ഇവിടെ ഇരിക്കുന്ന പലസ്തീനുകൾ മുഴുവൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ഒഴിഞ്ഞു പോയി എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഇനി പെർമനൻ്റ് ആയിട്ട് താമസിക്കണം. അപ്പോൾ ഹമാസിൻ്റെ പ്ലാൻ മൊത്തം പൊളി. ഹമാസ് തീർന്നു. അല്ല, ഗസയിൽ ഇനി ഹമാസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഈ പറഞ്ഞ, അപ്പോൾ ഹമാസിൻ്റെ മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. പലസ്തീനികൾ അങ്ങോട്ട് കുറേ കഴിയുമ്പം പലസ്തീനികൾ സ്വമേധയാ പോകാൻ തയ്യാറാവും. അപ്പോൾ ഹമാസ് തന്നെ ഇവരെ വെടിവെച്ച് കൊല്ലാത്തുന്നു. ഇനി അല്ലെന്നുണ്ടെങ്കിൽ പലസ്തീനികളെല്ലാം പൊക്കോട്ടെ എന്ന് ഹമാസ് സമ്മതിച്ചാൽ അവിടെ ഗസയിൽ ആര് മാത്രമാവും? ഹമാസ് മാത്രമാവും. അപ്പോൾ പിന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും അവർ പറഞ്ഞ ഗസയിൽ ഇനി ഹമാസ് ഉണ്ടാവില്ല എന്ന് പറയുന്ന ലക്ഷ്യം നേടാൻ വളരെ എളുപ്പമാണ്. ഹമാസിനെ തേടിപ്പിടിച്ച് ഫിനിഷ് ചെയ്യാം. അപ്പോൾ മറ്റൊരു ഓപ്ഷൻ ഹമാസിനുണ്ട്. പലസ്തീനികൾ പോകുന്ന കൂട്ടത്തിൽ വേഷം മാറി ഇവർക്ക് പോവാം. അപ്പോൾ അവിടെയും ചെന്ന് പ്രശ്നമുണ്ട്. അത് ഈജിപ്ത് പറയുന്നുണ്ട്. ഈജിപ്തും ജോർദാനും അത് പറഞ്ഞല്ലോ. ജോർദാൻ രാജാവ് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഓൾറെഡി കുറേ പേരെ ഞങ്ങൾ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട് ജോർദാനിൽ. ട്രംപിനോട് പറഞ്ഞതാണ്. ജോർദാൻ രാജാവ് കിങ് അബ്ദുള്ള രാജാവ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു, കുറേ പേരെ താമസിപ്പിച്ചിട്ടുണ്ട്, വന്ന് 10 ലക്ഷത്തോളം ആളുകളുണ്ട്. ഈ വന്നവന്മാർ പക്ഷേ ഞങ്ങളുടെ ആളുകളെ കിടത്തിപ്പിടിപ്പിക്കുന്നില്ല. അവരും മുസ്ലിങ്ങളാണ്. മുസ്ലിം അഭയാർത്ഥികൾ വന്നിട്ട് അവിടുത്തെ മുസ്ലിങ്ങളുടെ മണ്ടയ്ക്ക് കയറുകയാണ്. അത് വലിയ പ്രശ്നമാണെന്ന് ജോർദാൻ പറയുന്നു. ഈജിപ്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല, പക്ഷേ ഇവിടെ വന്നാൽ ഈ കൂട്ടത്തിൽ പലസ്തീനികളിൽ തീവ്രവാദികളും കാണും. അവന്മാർ ഈജിപ്തിലിരുന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിട്ട് ഇസ്രായേൽ കയറി അടിക്കും, ഈജിപ്തിനെ അടിക്കും. എന്തിനാണ് വഴി പോകുന്ന സാധനം തലയിലോ എവിടെയെങ്കിലും വെക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. ഇതിന് രണ്ടിനും ഒരു പരിഹാരം ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ സ്വീകരിക്കാം എന്നാണ് ഈജിപ്തും ജോർദാനും പറയുന്നത്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ഹമാസിനെ ഫിനിഷ് ചെയ്യുക. അതാണ് ട്രംപ് പറയുന്നത്. ഹമാസ് ഇനിയും ഉണ്ടാവില്ല എന്നുള്ളത്, ഉണ്ടാവരുതെന്നുള്ളത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ്. ഇസ്രയേലിൻ്റെ ആവശ്യം ട്രംപ് നടപ്പാക്കുമോ? അതാണിപ്പോൾ അറിയേണ്ടത്. 15-ാം തീയതി ഈ പറയുന്നത് പോലെ ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിൽ ആദ്യം അവിടെ ബോംബാക്രമണം നടത്തുന്നത് അമേരിക്കയായിരിക്കുമോ ഇസ്രയേലായിരിക്കുമോ? അതിനാണ് അടുത്ത ശനിയാഴ്ച വരെ നമുക്ക് കാത്തിരിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.